ഒരാൾക്ക് അസുഖം വല്ലതും വന്നാല് കസാരയിൽ എടുത്തുകൊണ്ടോണ്ട വരുകയായിരുന്നു. അത് ശരി. അങ്ങനെയാണ് പോയത്. നമസ്കാരം, നിസാറാണ് ചെലപ്പുറം. അപ്പം നമ്മുടെ കോഴിക്കോട് നമ്മുടെ ചെലപ്പുറത്തുള്ള പുനത്തിൽ തായം നിവാസികളുടെ ഏറെ കാലത്തെ സ്വപ്നമാണ് നാളെ ഇവിടെ പൂവണിയാൻ വേണ്ടി പോകുന്നത്. അതെന്താണെന്നുള്ളത് അവർ തന്നെ നിങ്ങളോട് പറയും. മോനേട്ടാ, പുതിയ റോഡ് നോക്കി നിൽക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ്. ഇവിടെ വന്നിട്ട് 19 കൊല്ലമായി. അത് ശരി. വരുന്ന കാലത്ത് ഇവിടെ റോഡൊന്നും ഇല്ലായിരുന്നു. ഒരാൾക്ക് അസുഖം വല്ലതും വന്നാല് കസാരയിൽ എടുത്തുകൊണ്ടോണ്ട വരുകയായിരുന്നു. അത് ശരി. അങ്ങനെയാണ് പോയത്. അത് ശരി. അത്രയും റോഡ് ഇല്ലായിരുന്നു. ഈ റോഡ് ഇപ്പോൾ ഈ സ്ഥിതിയിലാക്കിയതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിന് പ്രയത്നിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെ പുനത്തിൽ സന്തോഷ്, പിന്നെ രവീന്ദ്രൻ, സുബീർ, അവരോടും പിന്നെ ഇതിന് ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ച വാർഡ് മെമ്പർ വിനീത, പ്രസിഡന്റ് ശിവ, എല്ലാവർക്കും നമ്മളെ നന്ദി ഇതിൽ അറിയിച്ചു. എവിടെ പോവാ? എന്നാലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടും കൊണ്ട് 2-3 കാര്യങ്ങൾ ചോദിക്കാണ്ട്. തിരക്കില്ലല്ലോ? പിന്നെ എന്തൊക്കെയാണ് വർത്താനങ്ങൾ? വളരെയധികം കഷ്ടപ്പെട്ടാണ്. എനിക്ക് 45 വയസ്സായി. അത്രയും വളരെ മോശമായിട്ടുള്ള റോഡായിരുന്നു. അപ്പം പുതിയൊരു ഭരണസമിതി, കസ്തൂരി പഞ്ചായത്ത് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം നമ്മൾ വിനീത, CP വിനീത അഭിപ്രായത്തിന് ശേഷമാണ് കുറച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തത്. ശരി. ഈ വാർഡ് മെമ്പർ പേരാണ് CP വിനീത. വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തത്. പിന്നെ പുനത്തിൽ അൽസഭ ഉണ്ട്. അൽസഭ വഴിയാണ് ഞങ്ങൾ ഇതൊക്കെ ശ്രമിച്ചത്. അവരും ശ്രമിച്ചിട്ട്. പിന്നെ ചാലിക്കര രവിയേട്ടൻ. എന്താ വർത്താനോ? എന്തൊക്കെയുണ്ട്? അപ്പോ നാളാണ് നമ്മളെ റോഡിന്റെ ഉദ്ഘാടനം അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ പറയാള്? റോഡ് കണ്ടീഷൻ ആക്കിയിരിക്കുന്നത്. പിന്നെ സന്തോഷമാണ്. അവിടേക്ക് അപ്പൊ എന്തൊക്കെയാണ്? ഓ, അടിപൊളിയാക്കിയില്ലേ? ഓ, ഇപ്പൊ എന്താ വെച്ചാല് ഞാനൊക്കെ വരുന്ന സമയത്ത് വെച്ചാല് ഒരു 10-25 കൊല്ലം ഞാനിവിടെ. ഞാനൊക്കെ വരുന്ന സമയത്ത് വെച്ചാൽ റോഡിന്റെ അവസ്ഥ വളരെ ഭയങ്കര മോശമായിരുന്നു. ശരി. എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഇത് പറ്റിയിട്ടൊക്കെ നമുക്ക് ആളെ എടുത്തു കയറാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ റോഡ് ഇങ്ങനെ മാറി. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കക്കോടി പഞ്ചായത്തിൽ നിന്നാണ് നല്ലൊരു സഹായം ഉണ്ടായി. ഫണ്ട് നല്ലൊരു ഫണ്ട് നമുക്ക് പഞ്ചായത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതല്ലാണ്ട് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറെ ഒരു മെമ്പർ, മെമ്പർ, 5-ാം വാർഡ് മെമ്പർ, പിന്നെ അതിന് വേണ്ടി നാട്ടുകാരെ എല്ലാവരും സഹായമുണ്ട്. ഇപ്പോൾ കാലത്ത് പഠിച്ച സന്തോഷ്, പിന്നെ നമ്മുടെ രവിയേട്ടൻ, ഇവിടെ സുബേർക്ക, അവരൊക്കെ ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ വളരെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗതാഗത യോഗ്യമായ റോഡ് എന്നുള്ളത്. അതിപ്പോൾ സാഫല്യം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പറോട്, പിന്നെ കക്കോടി പഞ്ചായത്ത് ഭരണസമിതിയോട്, എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. പുതിയ ഭരണസമിതി വന്നതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് KP ശിവ, പിന്നെ ബഹുമാനപ്പെട്ട മെമ്പർ CP വിനീതാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ റോഡിന് വേണ്ടി കംപ്ലീറ്റ് ആയി പ്രവർത്തിച്ചത്. പിന്നെ പുനത്തിൽ അൽസഭ വഴിയാണ് ഞങ്ങൾ ഇതിനൊക്കെ ശ്രമിച്ചത്. പിന്നെ ചാലിക്കര രവിയേട്ടൻ, ഇവരോടൊക്കെയുള്ള നന്ദി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. കാര്യം ഇവരൊക്കെ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട് ഈ റോഡിന് വേണ്ടിയിട്ട്. വളരെയധികം നന്ദിയുണ്ട്. ഇവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. ഈ ഒരു ഫണ്ട് അനുവദിച്ച കക്കോടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ, അതേപോലെ തന്നെ വാർഡ് മെമ്പർ വിനീത, ഈ റോഡിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട പുനത്തിൽ തായം നിവാസികൾക്കും ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സാറാസ് നസീം, നമ്മളെ